നമസ്കാരം. സ്വന്തം മാതാപിതാക്കളുടെ പരിപാടി ചെറിയൊരറ്റോ വല കാണാത്ത ഒരു മനുഷ്യരുണ്ടാവില്ല. ഇത് പഴയ തലമുറ ആയിക്കോട്ടെ, പുതിയ തലമുറ ആയിക്കോട്ടെ. ഇപ്പോൾ കുട്ടികളെ മാറ്റിക്കിടത്തലൊക്കെ ഉണ്ട്. എന്നാലും ഇവർക്ക് 3-4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ് ഇതൊക്കെ ഹാഫ് ഉറക്കിൽ, പകുതി ഉറക്കത്തിൽ ഇവർ സംഭവം കണ്ടിട്ടുണ്ട്. ഇത്ര തലമുറ മാറിക്കോട്ടെ. ഈ കാണുന്നവർ തന്നെ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ചില സൈക്കോളജിസ്റ്റുകളും മൈഗുണന്മാർ പറയണതേ കുട്ടികൾ ഇതൊക്കെ കണ്ടാൽ നാശമായി പോകുന്ന കുട്ടികളെ മാറ്റി കിടത്തണം. ഈ ഭൂലോകത്ത് സകല ജീവജാലങ്ങളും അവരുടെ പേരെടുത്ത് കളിക്കണ കണ്ട ജീവികളാണ്. മനുഷ്യൻ ഭയങ്കര എന്താ പറയുക, ബുദ്ധിജീവിയല്ലേ. വിശേഷണ ബുദ്ധിയുള്ള മുതലുകൾ. കുട്ടികൾ സെക്ഷലായിട്ട് നാശമായി പോകണം അതുകൊണ്ടൊന്നുമല്ല. അനങ്ങിയ വിദേശികളെ കൂട്ടുപിടിക്കും. വിദേശത്ത് കുട്ടികളെ ചെറുപ്പത്തിലെ മാറ്റിക്കിടത്തും. അത് മണി പറഞ്ഞാൽ മറ്റേ പണിക്കാം. കാരണം പരസ്പരം കൈമാറലൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളത് മാറ്റി വെക്കണം നല്ലതായിരിക്കും. എല്ലാത്തിനും വിദേശ ജേർണലുകളെ കൂട്ടുപിടിച്ചിട്ട് കുട്ടികളുടെ സൈക്കോളജി കുറച്ചൊക്കെ പരിപാടി കാണാത്ത ഒറ്റ കുട്ടികളുമില്ല. കുട്ടികളതൊക്കെ മറന്നു പോകും, ഒരു സ്വപ്നം കണ്ട പോലെ. അല്ലാണ്ട് ഇത് കണ്ട് ഭാവിയിൽ വികാരം വെച്ച് പെണ്ണാണെങ്കിൽ വേശ്യയാകും, ആണാണെങ്കിൽ പെണ്ണുപിടിയനാകും. അല്ല സോറി, ആണാണെങ്കിൽ അതന്നെ പെണ്ണുപിടിയനാകും. അങ്ങനെയൊന്നുമില്ല. സെക്ഷലായിട്ട് ഇവിടെ നടക്കാത്ത പ്രശ്നമാണ് കൂടുതലും. ആളുകൾ വിടക്കാങ്ങണതിൻ്റെ ഒരു ഒറ്റ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പെണ്ണുങ്ങൾ സിമ്പിൾ, നിങ്ങളെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ പോവാം. ഇവർ ധരിച്ച് വരുന്ന വസ്ത്രം ഏതൊക്കെയാണ് ഞാൻ പുറത്ത് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞാണ് ഇറങ്ങണത്. അടിയിലെ കാണിക്കണോ, മുകളിലെ കാണിക്കണോ, നടുഭാഗത്തെ കാണിക്കണം, ഒരു നിശ്ചയമില്ല. വസ്ത്ര സ്വാതന്ത്ര്യം, ഫ്രീഡം. ഇവരിത് കാണിച്ചാണ്ട് ഒരു കാറ്റ് പോലെ പോവും. ചെക്കന്മാർ വയസ്സായവരൊക്കെ എയർപോർട്ടിൽ കണ്ടത് ഇവിടെ വാ എന്ന് പറയും. കുളിമുറി കയറി വാനടിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടത് ഇവിടെ വാ. അവരുടെ റോള് കഴിഞ്ഞ് ഇവിടെ അടക്കി പിടിച്ച് വികാരം ശമിപ്പിക്കാനൊരു മാർഗമില്ലാണ്ട് മനുഷ്യർ നിൽക്കണതിൻ്റെ ഇടയിലാണ് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കണത് ഇവർ വന്ന് കാട്ടി പോണത്. ഇവർ കാണിക്കണതിനൊരു കുഴപ്പമില്ല. പക്ഷെ ചിലപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരാളെ 2 ആളുണ്ടാവും മാനസിക രോഗികൾ. ഇടവഴിയിൽ നിന്ന് വാണം അടിക്കുക, ചില പെൺകുട്ടികൾ പോകുമ്പോൾ സാധനം ഒന്ന് ചെറുങ്ങനെ കാണിച്ചു കൊടുക്കുക. അവർ 2 അടി അടിച്ചാലും അവരിത് നിർത്തൂല. അവർക്ക് ചികിത്സയാണ് ആവശ്യം. അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അവർ നേരെയാകും. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ അസുഖക്കേടിന് മരുന്നില്ല. അസുഖം മാറും, ചികിത്സ ചെയ്ത അസുഖമല്ല, അതിൽ അതുക്കും മേലെ. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണ്, സെക്ഷലായിട്ട് അടിച്ചമർത്തപ്പെട്ടൊരു ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഒന്നും നടക്കില്ല. എത്ര ആഗ്രഹം ഉണ്ടായാലും നടക്കാത്തവിടത്താണ് ഇതിങ്ങനെ കാട്ടി പോയി കണ്ട് വാണം അടിക്കടാ എന്ന് പറഞ്ഞ് കാട്ടിപ്പോണത്. പക്ഷെ സ്ത്രീകൾ വലിയൊരു ഡേഞ്ചറും കൂടി ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീനാണ്, അവൾ നമ്മളെ നോക്കണം, അല്ലെങ്കിൽ കൂടി അവളുടെ വയറിലോ മുലക്കോ എവിടെയെങ്കിലും കുറച്ച് സമയം നോക്കണമെങ്കിൽ ആ പെണ്ണിന് മനസ്സിലാവും. അതിനുള്ള സെൻസ് അവർക്കുണ്ട്, അതിനുള്ള സെൻസറിങ് സംവിധാനം സ്ത്രീക്കുണ്ട്. പിന്നെ ആണുങ്ങൾ പേഴ്സണലായിട്ട് നഗ്നത കാണിക്കണം എന്താണെന്നറിയാം. ഒള്ളി പരിപാടി, മുതലെടുപ്പ്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 15 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ മോളിൽ കയറിയിരുന്ന് പറന്നടിച്ച് വന്ന ആൻറ്റിമാരുണ്ട്, അയൽവാസികൾ. പക്ഷെ ഇന്നത് കഴിയില്ല. പോക്സോ കേസ് വരും, പറന്നടിക്കും. അതുകൊണ്ട് എന്ത് പറ്റി, എനിക്ക് ഉപകാരം കിട്ടി. എനിക്ക് ഈ സെക്സ് മേഖലയിൽ ഉയരങ്ങളിൽ പറക്കാൻ പറ്റി. സത്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതേൻ്റെ മുകളിലാണ് ഇവർ അഴിഞ്ഞാട്ടം. ഇപ്പോൾ വേറൊരു സംഭവം നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. എന്താണോ, കുട്ടികളെ പ്രൊവോക്ക് ചെയ്യാം, നഗ്നത കാണിച്ച് തൊടേ മുലയെ കാണിച്ചു കൊടുക്കും. കുട്ടികളെ
അങ്ങോട്ട് തൊടിപ്പിക്കുക. ഇവരിങ്ങോട്ട് മുൻകൈ എടുത്താൽ നല്ല ബോക്സോ കേസ് വരുമല്ലോ. അങ്ങോട്ട് തൊട്ടാൽ കുറ്റബോധം, ഞാനല്ലേ കയറി പിടിച്ചെന്നുള്ളൊരു ബോധം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ലീഗലല്ലാത്ത എന്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും, അതായത് ഭാര്യയും ഭർത്താവും അല്ലാത്ത ആര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഒരു കുറ്റബോധമുണ്ട് വരാൻ. അത് നമ്മുടെ അടിച്ചമർത്തപ്പെട്ട സദാചാരത്തിൽ നിന്നുണ്ടായ കുറ്റബോധം. എത്ര പേര് ആ കുറ്റബോധത്തിൽ കഴിയുന്നുണ്ട് ഇപ്പോഴും. എന്നോ നടന്നൊരു കള്ളവെടി, രണ്ടാളും പരസ്പരം എന്നോ ചെയ്തത് തെറ്റായിപ്പോയി, വലിച്ചെറിയും മറ്റു കോണത്തിലെ സദാചാരമൊക്കെ. ഇവിടെ സന്ദേഹം തള്ളൊന്നുമല്ല കുറ്റക്കാർ, അവർ ചെയ്യണ സെക്സും അല്ല. കാരണം ആ ചെറുപ്രായത്തിൽ കുട്ടികൾ അത് കണ്ടാൽ എന്തൊരു കിനാവിലെ പോലെ. തലമുറ വ്യത്യാസമല്ല. ഇപ്പോഴും ചെറിയ കുട്ടികളോട് സ്വകാര്യമായിട്ട് ലഭിച്ചൊക്കെ ഒരു 3-ലൊക്കെ പഠിക്കണതല്ല, അവർ കണ്ടിട്ടുണ്ടോ. ഞാനിത് വെറുതെ പറയല്ല. കുട്ടികൾ സെക്ഷലായിട്ട് അടിമയായി പോണത് സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസം പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് ഓരോ സ്ത്രീകൾ. എന്തിനാ ഇവരൊക്കെ തുണി കൊടുക്കണേ? അല്ലെങ്കിൽ പിന്നെ ഫുൾ എല്ലാ സ്ഥലത്തും ഷഡ്ഡിയും ബ്രേസറോ ട്രൗസറും ടീഷർട്ടും ആക്കിക്കോട്ടെ. അപ്പോൾ പിന്നെ ഒരു പുതുമയില്ലാണ്ടോ. ഇത് ആരെങ്കിലും പോയി കണ്ടടിക്കടാ പറഞ്ഞാൽ ഇങ്ങനെ കുലിങ്ങനെ പോകുക വരെ പെണ്ണുങ്ങൾ. എന്നിട്ട് നോക്കിയാൽ തുറിച്ച് നോക്കിയാണ്. തുറിച്ച് നോക്കാൻ തന്നെയല്ലേ ഇവളൊക്കെ അങ്ങനെ വരണത്. ചിലരത് തുറിച്ച് നോക്കണതല്ല, കണ്ണ് തുറിച്ച് വരണതാ. ഇത് കാണുന്നില്ലേ. ഏതെങ്കിലും ഗ്രാമപ്രദേശത്തു നിന്നൊക്കെ വരണ കോഴിക്കോട് എയർപോർട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ മുംബൈ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ രംഗങ്ങൾ കാണാൻ അവൻ്റെ കണ്ണ് തുറിച്ച് വരൂലേ. തുറിച്ച് നോട്ടെ. അതിനൊക്കെ ഒരു കോണത്തിലെ പേര് കിട്ടുന്നുണ്ട്. ഇവരൊക്കെ ചെയ്യണ ഭയങ്കര പുണ്യപ്രവൃത്തിയും ഒക്കെയാണ്. നോക്കിയാൽ പ്രശ്നം.